അച്ഛമ്മേന്റെ ഒരു കോമഡി എന്താ വെച്ചാല് എന്നെ ഇതിലൊരു കമന്റ് അടിക്കുന്നുണ്ട് അച്ഛമ്മ. അത് വേറെ ആര് പറഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ദേഷ്യം വന്നേനെ. ഒരു ഡയലോഗ് ചിലപ്പോ കച്ചറ ഉണ്ടാക്കിയതേ കാരണം. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പ്രത്യേകം പറയാറുണ്ട് എനിക്ക് അങ്ങനത്തെ ഡയലോഗ് ഒന്നും എല്ലാവരും കമന്റ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഭയങ്കര ഇതാന്നൊക്കെ. പക്ഷെ ഞാൻ നോക്കിയപ്പോ അച്ഛമ്മ എനിക്കെതിരെ ഗംഭീര കമന്റ് സിനിമയിൽ അടിച്ചിട്ട് ഞാൻ സത്യം അയ്യോ എനിക്കങ്ങ് ചിരി വന്നത്. നമുക്ക് അതൊരിക്കലും ഒരു വൾഗാരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതൊരു അജിയായിട്ടും തോന്നൂല. അല്ല എന്താ നേരം വൈകുന്നൊക്കെ പഴയ വണ്ടിയല്ലേ മോനെ ആ ഭാഷേന്റെ ഒരു ഇതും കൂടെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ വയസ്സ് എത്രയെന്ന് ചോദിക്കുമ്പോ ചില ആൾക്കാർക്കൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ചില ആൾക്കാരല്ല, ഞങ്ങൾക്കും ശരിക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തന്നെയാണ്. വയസ്സ് പറയുന്നത് എനിക്ക് ആദ്യം ഒറ്റ മടിയില്ലായിരുന്നു. പക്ഷെ 30ന്റെ മേലെ അങ്ങോട്ട് കേറിയപ്പോ പിന്നെ എന്നെ കൊന്നാലും ഞാൻ പറയും 30 സംതിങ് ആണ്. അതിന്റെ മേലെ ഞാൻ പിന്നെ പറയില്ല. പിന്നെ ഈ നമ്മളെ മലബാർ ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് ഈ കല്യാണം കഴിക്കാൻ പറ്റാത്ത, അതായത് പെണ്ണ് കിട്ടാത്ത ആൺകുട്ടികൾ ഈ കുടക് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് പെണ്ണിനെ നമ്മൾ വാങ്ങും. മീൻസ് ഇത്ര പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് നോർമൽ നന്നായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുമൊക്കെ ബേസ് ചെയ്തിട്ടൊരു സബ്ജക്റ്റാണ്. പ്രശാന്ത് ഏട്ടനെ പറയുന്നത് പാവങ്ങളുടെ ഫഹദ് ഫാസിൽ നിന്നാണല്ലോ അല്ലേ? അപ്പൊ മാപ്പ് സ്റ്റിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സൂര്യ ജയൻ. വയസ്സ് എത്രയെന്ന് പറയുന്ന മൂവിയിലെ രണ്ട് കഥാപാത്രങ്ങൾ എന്നെ കൂടെ ഉള്ളത് പ്രദീപ് ഏട്ടനും സരിക ചേച്ചിയും. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി? മൂവി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു നാട്ടുംപുറം ബേസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരു ഗ്രാമത്തിന്റെ ഒരു കഥ പറയുന്നത്, അതായത് വടകരയുടെ ഒരു സ്ലാങ് ഒക്കെയാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചത്. മെയ്ഡ് ഇൻ വടകര. രണ്ടുപേരും കൊയിലാണ്ടിക്കാരാണ്, കോഴിക്കോട് കൊയിലാണ്ടിക്കാരാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഈസിയായിരുന്നു. അത് ചിത്ര ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്ലാങ്ങിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ലൊക്കേഷനിൽ നിന്നായിരുന്നു. അപ്പോൾ എല്ലാവരും ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അടിപൊളി ആയതുകൊണ്ടാവണം. പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും നല്ല എന്താ പറയുക ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മൂവി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം പണ്ടൊക്കെ ആയിരുന്നു ഈ ഭയങ്കരമായിട്ട് സിനിമാറ്റിക് ആണ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളവർ അല്ലെങ്കിൽ നല്ല ഓർണമെന്റ്സ് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാർട്ടമുള്ള എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലമായിട്ട് എത്രത്തോളം നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സാധാരണക്കാരുടെ ഒക്കെ നാട്ടുംപുറം തമാശകളും നമ്മളിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന തമാശകൾ, അല്ലാതെ ഒരുപാട് പടം കണ്ട് വീട്ടിൽ പോയിരുന്ന കുറെ ആലോചിച്ച് അതിനൊന്നും ആവശ്യമില്ല. സിമ്പിളാണ്. അപ്പൊ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന തമാശകളൊക്കെയാണ് ഈ സിനിമയുള്ളത്. ഫണ്ണാണ് ഈ സിനിമ. അത് ഫണ്ണാണെന്ന് ഞാൻ അറിയാം, എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല ഷിജുചേട്ടന്റെ അച്ഛമ്മ ഇതില് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അച്ഛമ്മയുടെ കൂടെയുള്ള ഒരു സീൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛമ്മേന്റെ ഒരു കോമഡി എന്താ വെച്ചാല് എന്നെ ഇതിലൊരു കമന്റ് അടിക്കുന്നുണ്ട് അച്ഛമ്മ. അത് വേറെ ആര് പറഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ദേഷ്യം വന്നേനെ. ഒരു ഡയലോഗ് ചിലപ്പോ കച്ചറ ഉണ്ടാക്കിയതേ കാരണം. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പ്രത്യേകം പറയാറുണ്ട് എനിക്ക് അങ്ങനത്തെ ഡയലോഗ് ഒന്നും എല്ലാവരും കമന്റ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഭയങ്കര ഇതാന്നൊക്കെ. പക്ഷെ ഞാൻ നോക്കിയപ്പോ അച്ഛമ്മ എനിക്കെതിരെ ഗംഭീര കമന്റ് സിനിമയിൽ അടിച്ചിട്ട് ഞാൻ സത്യം അയ്യോ എനിക്കങ്ങ് ചിരി വന്നത്. നമുക്ക് അതൊരിക്കലും ഒരു വൾഗാരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതൊരു അജിയായിട്ടും തോന്നൂല. പെണ്ണുങ്ങൾക്കായാൽ പോലും അച്ഛമ്മന്റെ ഒരു എൻട്രി സീൻ ഉണ്ട്. അച്ഛമ്മ ഒരു പാലിന്റെ കുപ്പിയായിട്ട് ഒരു ഇടവഴിക്കൂടെ നടന്നു വന്നിട്ട് ഫസ്റ്റ് ഡയലോഗ് ഞാൻ കണ്ടപ്പോ ചിരിച്ചു കേട്ടത്. ട്രെയിലറിലൊന്നും വന്നില്ല, നമ്മൾ ആദ്യം റിവീൽ ചെയ്യാം. അച്ഛമ്മ ഇടവഴിക്കൂടെ നടന്നു, അല്ല എന്താ നേരം വൈകുന്നൊക്കെ പഴയ വണ്ടിയല്ലേ മോനെ നോക്കുന്നത്. ആ ഭാഷേന്റെ ഒരു പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ വയസ്സ് എത്രയെന്ന് ചോദിക്കുമ്പോ ചില ആൾക്കാർക്കൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തന്നെയാണ്. വയസ്സ് പറയുന്നത് എനിക്ക് ആദ്യം ഒറ്റ മടിയില്ലായിരുന്നു.
പക്ഷെ 30ന്റെ മേലെ അങ്ങോട്ട് കേറിയപ്പോ പിന്നെ എന്നെ കൊന്നാലും ഞാൻ അപ്പൊ പറയും. മനസ്സിലാക്കിയായിരുന്നു 30 സംതിങ് ആണ്. ഇല്ല, അതിന്റെ മേലെ ഞാൻ പിന്നെ പറയില്ല. അതിനൊരു 40 എത്തിയാൽ ഞാൻ 30 കിടന്നു. അതുകൊണ്ട് തന്നെ ഈ മൂവി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പെൺപിള്ളേരെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് സത്യമാണോ? അത് തന്നെയല്ലേ മൂവിയിലുള്ളത്? അത് തന്നെയാണ് ഈ സിനിമയിലെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് തന്നെ. പിന്നെ ഈ നമ്മളെ ഈ മലബാർ ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് ഈ കല്യാണം കഴിക്കാൻ പറ്റാത്ത, അതായത് പെണ്ണ് കിട്ടാത്ത ആൺകുട്ടികൾ ഈ കുടക് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് പെണ്ണിനെ നമ്മൾ വാങ്ങും. മീൻസ് ഇത്ര പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് നോർമൽ നന്നായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുമൊക്കെ ബേസ് ചെയ്തിട്ടൊരു സബ്ജക്റ്റാണ്. പ്രശാന്ത് ഏട്ടനെ പറയുന്നത് പാവങ്ങളുടെ ഫഹദ് ഫാസിൽ നിന്നാണല്ലോ അല്ലേ? അപ്പൊ ആണ്. അപ്പം പ്രശാന്ത് ഏട്ടന് ശരിക്കും സപ്പോർട്ടിങ് ക്യാരക്ടർ അഭിനയിച്ചിട്ട് നടനായിട്ട് വന്ന ഒരാളാണ്. അപ്പം ഒരുപാട് പുള്ളിക്ക് എന്താ പറയാ, ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും ഈ മൂവിന്. അതുപോലെ സരിക ചേച്ചിക്കും ചേട്ടനും എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഫണ്ണി മൂമെന്റ്? അതെ, സിനിമയില് ഒരു ഫണ്ണി മൂവ്മെന്റ് എന്തായാലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലിബർ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. കാരണം പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്തിന്റെ ഒരു തലവര മാറാൻ പോകുന്ന ഒരു സിനിമ തന്നെ പറയാം. അത്രയും നന്നായി ഇതിന്റെ ഒരു ക്ലൈമാക്സ് സീനും ഇമോഷണൽ ട്രാക്കും ഒക്കെ നന്നായിട്ട് പ്രശാന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ പിന്നെ നമ്മളിപ്പോ ഒരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ എന്റേത് അഭിനയിച്ചു പോവുക, പ്രശാന്ത് അഭിനയിച്ചു പോവുക, അങ്ങനെയല്ല. നമ്മള് അടുത്ത് എന്താണ് അത് നമ്മളിരുന്ന് പ്ലാൻ ചെയ്യും. എന്തൊക്കെ പറയണം, ആരൊക്കെ എന്തൊക്കെ പറയണം, അങ്ങനെ നമ്മളൊരു കൊടുത്തുവാങ്ങലുണ്ട് ഈ സിനിമയില്. അത് തീർച്ചയായിട്ടും ഈ സിനിമയില് വർക്കൗട്ട് ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഓരോ ആൾക്കാരും ഭയങ്കര അടിപൊളി ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം രമ്യ ചേച്ചി ആണെങ്കിലും സരിക ചേച്ചി ആണെങ്കിലും ചേട്ടനാണെങ്കിലും ഓരോരുത്തരുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ തൃപ്തരല്ല എന്നുള്ള പല ആൾക്കാരുണ്ടാവൂലേ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? അല്ല, ഇതെന്താ അറിയോ, ഈ സിനിമയില് ആരും അങ്ങനെ വെറുതെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ആരുമില്ല. കാരണം വന്നു പോകുന്നവർക്കായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് ഈ സിനിമ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് എന്താ പറയാ, സിനിമയിലേ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് മാറുന്നതാണ്. അപ്പം ഞാൻ പറയും, എന്റെ സങ്കല്പത്തിലുള്ള സിനിമ വരുമ്പോഴേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയും. കാരണം വേറെ ഒന്നല്ല, കാരണം എനിക്ക് ഒരു കൊല്ലാണ്ടി ഭാഷയാണ്. പിന്നെ മാത്രമല്ല, നമ്മള് ഫാമിലി ആയിട്ട് ഇപ്പം ഹസ്ബൻഡ് കൊച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ പ്രൊഫഷൻ മാത്രം നോക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കംഫർട്ടായിട്ട് ഷൂട്ടിങ്ങിൽ പോവുകയും വീട്ടിലേക്ക് വരികയും ഇങ്ങനെ എല്ലാ വേറെയുള്ള വശങ്ങളൊക്കെ ഒത്താലേ ഞാനൊരു സിനിമയിൽ അഭിനയിക്കുള്ളൂ എന്ന് പറയാം. അപ്പൊ എന്നെ എല്ലാവരും കളിയാക്കും, അങ്ങനെയൊക്കെ ഒത്തു വരുമ്പോഴത്തേക്ക് നിന്റെ മൂക്കില് പഞ്ഞു മുളയ്ക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ എന്താ വെച്ചാൽ അങ്ങനെയുള്ള ഒരു സെറ്റ് എനിക്ക് കിട്ടി. കാരണം ഞാൻ എന്നോട് എല്ലാവർക്കും അറിയാം, ഞാൻ സിനിമയിൽ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്, ഞാനിപ്പോ ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് വിളിച്ചപ്പോഴത്തേക്ക് മാർച്ചിലാണല്ലോ, നമ്മൾ കഴിഞ്ഞ മാർച്ചിലാണ് നമ്മൾ ശരിക്കും ഷൂട്ട് തുടങ്ങിയത്. അപ്പം മാർച്ചിൽ എന്റെ മോന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഇരുന്നത്. അപ്പൊ എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാനപ്പോ വേറെ ഷൂട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ടിവിയിലെ പ്രോഗ്രാം ഒക്കെ മാറ്റി വെച്ചിട്ട് മോനെ പഠിപ്പിക്കാൻ ഇരുന്നപ്പോഴാണ് ഈ ഒരു കോൾ വരുന്നത്. അപ്പൊ ഞാൻ തരുന്നത് രാവിലെ അഭിനയിച്ച് വടകരയാണല്ലോ ഒരു പടം. പിന്നെ മലബാറിൽ ഒരുപാട് പടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ചിലത് ഇറങ്ങാൻ. ഇപ്പൊ ഞാൻ ദിലീപേട്ടനോട് എനിക്ക് സത്യം പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം. അപ്പൊ പറയാം, അപ്പൊ ഞാൻ ഇത് ചിലപ്പോ ഇറങ്ങണം, നീ ധൈര്യമായിട്ട് പോയി അഭിനയിച്ചു. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഭയങ്കരമായിട്ട് പോയി അഭിനയിച്ചു. അഭിനയിക്കാൻ പോകുമ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ പറഞ്ഞു പ്രൊഡ്യൂസർ ഇതിന്റെ അകത്ത് മെയിൻ ഒരു വേഷം ചെയ്യും. അപ്പോഴും എന്റെ വിചാരം എന്താ വെച്ചാല്, പ്രൊഡ്യൂസറൊക്കെ ഒരു സിനിമ ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും, അയാളൊരു കലാകാരനാവണമെന്നില്ല, ഒരു പൈസ മുടക്കൽ മാത്രമായിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഈ സെറ്റും ഈ പ്രൊഡ്യൂസർ നല്ലൊരു കലാകാരനാണെന്നും അങ്ങനെയുള്ള ഒരു സിനിമയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് ചേച്ചി, ഇതില് സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും ഞാൻ ഇന്ന പൊസിഷനാണെന്നുള്ള രീതിയിലില്ല. എല്ലാവരും ആ ഒരു സിനിമ എങ്ങനെയെങ്കിലും ഗംഭീരാക്കുന്ന രീതിയിലായിരിക്കും അഭിനയിച്ചിട്ടുള്ളത്. അത് നമുക്ക് പ്രൊമോ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അപ്പം ഓരോ ആൾക്കാർ, ഇപ്പം ചിത്ര ചേച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നൊന്ന് അഭിനയിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ശരിക്കും ആ ഒരു സെറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. നമ്മളെ വന്നപ്പോഴാണ് ഇത് ഇത്രയും, ഇതിന്റെ പുറത്ത് ഇത്രയും ഈ പറഞ്ഞ അച്ഛനെ അഭിനയിപ്പിക്കുകയും ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവരുടെ അക്കൗണ്ടന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ ഒക്കെ അപ്പോൾ ആ നാട്ടിലുള്ള കലാകാരന്മാർക്ക് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുകയും പിന്നെ നാട്ടുപുറത്തുള്ള കുറെ ചേച്ചിമാർ അവരൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഇവർ അഭിനയിക്കുകയാണ്. അപ്പൊ അത്രയും നല്ല രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാം, എന്റെ സങ്കല്പത്തിലുള്ള ഒരു സിനിമയാണ്. പക്ഷെ എന്റെ സങ്കല്പത്തിൽ ഒരു ക്യാരക്ടർ അങ്ങനെ ഭയങ്കര ഒന്നും ഞാൻ പറയുന്നില്ല.
അങ്ങനത്തെ ഒരു സെറ്റിൽ ചെല്ലണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനത്തെ ഒരു പടത്തിൽ വരണം എന്നായിരുന്നു. അതെന്തായാലും സാധിച്ചു. എന്തായാലും ഇതിന് വടകരയിലുള്ള ഒരു നാട്ടുകാർക്കും കൂടി വലിയൊരു എന്താ പറയാ ഒരു പങ്കുണ്ട്. അല്ല, ഞാൻ ഇതില് ഫസ്റ്റ് ദിവസം വന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ അവിടെ കുറെ വീടുകൾ, ഒരു വലിയ കോളനി പോലത്തെ ഒരു സ്ഥലത്താണ് ഈ മൊത്തം പടം ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ വരുമ്പോ എന്താ വെച്ചാല് കുറെ ആളുകൾ, പെണ്ണുങ്ങളൊക്കെ കുറെ വീട്ടിലൊക്കെ മാറി നിന്നിട്ട് എന്തെന്നാ മാതൃഭൂമി എങ്ങി എവിടെ പോകുന്നതെന്നൊക്കെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ സംഭവം ഒരു അടുത്ത വീടുകാർ തമ്മിൽ സംസാരിക്കുകയാണ്. പിന്നെയാണ് അറിയുന്നത് ഈ പടത്തിലെ കഥാപാത്രങ്ങൾ ഇവരവിടുന്ന് ഡയലോഗ് പഠിക്കുക ഓരോരുത്തർ. അപ്പം അപ്പുറം ഷൂട്ട് നടക്കുമ്പോഴും അവരടുത്തത് ചെയ്യാനുള്ളത് അവര് നാട്ടുകാർ തന്നെ, കുറെ നാട്ടുകാരുണ്ട്, അല്ലാത്ത ആർട്ടിസ്റ്റുകളായിട്ട് വന്നവരുണ്ട്. അപ്പൊ അവര് തമ്മിൽ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകം ഞാൻ കേട്ടിപ്പോ ഒരു കാര്യം വേറെ എന്താ വെച്ചാൽ, നമ്മൾ ഈ കർണാടക കുടുംബശ്രീന്റെ ഒരു സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവര് റിഹേഴ്സൽ ചെയ്യുക. അപ്പൊ എന്റെ വിചാരം ഇവര് റിഹേഴ്സൽ ചെയ്യാന്ന് ടേക്കിൽ ഇവർ അഭിനയിക്കും. നമ്മളങ്ങനെയാണ് ഇത്രയും വർഷത്തെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ടേക്ക് എന്ന് പറയാൻ ഭയങ്കര അഭിനയം. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് ഇവര് അഭിനയിക്കില്ല. ഇവരങ്ങ് പറയാ, അല്ല നമ്മളെ പേര് അറിയുമ്പോ ചേച്ചിയൊക്കെ അങ്ങനെ അങ്ങ് പറയാ. ഭയങ്കരമായിട്ട് ഇതിൽ ഒരുപാട് ചേച്ചിമാര് നന്നായിട്ട് നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇതിലൊരു ആർട്ടിഫിഷ്യൽ ഇല്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ്. അപ്പൊ ഇത് ശരിക്കും ഈ ഒരു മൂവി ഇറങ്ങുമ്പം നല്ലൊരു ഇമ്പാക്ട് കിട്ടും എന്നാണല്ലേ വിശ്വാസം അല്ലെ? കാരണം നമ്മൾ ഉർവശി ചേച്ചിയൊക്കെ അഭിനയിച്ച അതേ കാലഘട്ടത്തിലുള്ള കുറെ ഇതൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്, ചേട്ടൻ പറഞ്ഞത്. അപ്പം ആ ഒരു ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു മൂവി എത്രയും പെട്ടെന്ന് നല്ല വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.